ഹലോ. നമസ്കാരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. ആക്ച്വലി ധ്യാനൻ്റെ ഈ ഒരു വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാണാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാണില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എനിക്ക് പുള്ളിയോട് പറയാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു പലർക്കും പുള്ളിയോട് പറയാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് സോഫിയ പോളിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് പ്രൊഡക്ഷൻ ഹൗസ്, എനിക്ക് അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിനോട് വല്ലാത്തൊരു ബഹുമാനം, സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തള്ളി ഇറക്കാനായിട്ട് ഇറക്കി വിടുന്നൊന്നുമല്ല. ജെനുവിൻലി ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കാര്യം, സിനിമ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. നമുക്കറിയാം, എല്ലാവരും ലാഭം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബിസിനസ് ഈസ് ബിസിനസ്. മണി 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 ഇൻവോൾവ് ആണ്. ഇപ്പോൾ സോഫിയ പോളിൻ്റെ പ്രൊഡക്ഷൻ ടീമിലാണെന്നുണ്ടെങ്കിലും ലാഭം കിട്ടുന്നുണ്ടാവും, അവരും ലാഭം എൻജോയ് ചെയ്യുന്നുണ്ടാവും. ബട്ട് എനിക്ക് ഇതിനോടുള്ള ബഹുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു സ്റ്റാറിനെ വെച്ച് പടം ഇറക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ പണം അങ്ങോട്ട് ലാഭിക്കാൻ നോക്കുക എന്നുള്ളൊരു പരിപാടിയൊന്നുമല്ല. അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അല്ലേ? സത്യമല്ലേ ഞാൻ പറയണം? അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അവർ വെറുതെ ഒരു പ്രൊഡ്യൂസറായിട്ട് കാശിറക്കി സൈഡിലേക്ക് മാറി നിൽക്കുക എന്നുള്ളതിനെ, അത് മാത്രമല്ലാതെ അവർ ചൂസ് ചെയ്യുന്ന സിനിമ, അവരൊരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ഉറപ്പുണ്ടാവും. സ്ക്രിപ്റ്റിൽ അവർ ഇൻവോൾവ് ആവുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അവർ എന്താ പറയുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ധ്യാൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, ഇവരങ്ങനെ ഇങ്ങനെയൊന്നും പടം എടുക്കൂല. ഇവരുടെ ഫാമിലി ഇരുന്ന് ഇങ്ങനെ എന്താണ് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുക. അതിൽ കൂട്ടത്തിൽ ഒരാൾ തന്നെ എന്തെങ്കിലും തിരുത്തു വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് അടുത്തൊരു എന്താ പറയുക പരിപാടി നോക്കുക, സ്ക്രിപ്റ്റിൽ പണിയെടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇവർ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻഷൻ ചെയ്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകനും കൂടി വില തരികയല്ലേ അവർ, പ്രേക്ഷകന്റെ അടുത്തും കൂടി അവരൊരു കമ്മിറ്റ്മെന്റ് വെക്കുകയാണ്. ശരിക്കും അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം, ഇവരെ പോലെ ആയിരിക്കണം എല്ലാ പ്രൊഡ്യൂസേഴ്സും എന്നാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് മോശമാണെന്നോ അങ്ങനെയൊന്നുമല്ല. ബട്ട് ഈ കമ്മിറ്റ്മെന്റിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോഴേ, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വിഞ്ഞ പരിപാടി, അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും സ്റ്റാറിനെ വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇറക്കിയിട്ട് എന്തെങ്കിലും ലാഭം എന്തായാലും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് വെറുതെ ഇറക്കി വിടുന്ന പരിപാടി ആവരുത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സോഫിയ പോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവരുടെ മുമ്പ് വന്നിരിക്കുന്ന സിനിമകളൊക്കെ നിങ്ങൾ എടുത്തു നോക്ക്, എല്ലാം ഗംഭീര സിനിമകളാണ്, നല്ല 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 സിനിമകളാണ്, നല്ല ക്വാളിറ്റിയുള്ള സിനിമകളാണ്. ആവറേജ് അഭിപ്രായം വന്ന സിനിമകൾ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ അവർ ക്വാളിറ്റി എന്താണ് പറയുക, ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒരു സിനിമയിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ കേസിൽ ഞാൻ ഇവരെ ഇങ്ങനെ മെൻഷൻ ചെയ്യാൻ കാരണം. പിന്നെ അടുത്തൊരു കാര്യം, ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. സത്യത്തിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ധ്യാൻ്റെ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നതല്ലേ, ചട്ടപ്പട്ടാന്ന് പറഞ്ഞ് മാലപ്പടക്കം പോലെ പൊട്ടി. ഞാൻ ഈ സിനിമകളിൽ പല സിനിമകളും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് ചാനലിൽ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പുള്ളിയുടെ ഒരു സിനിമയും പോയി കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നിയിട്ടില്ല കാണാൻ. അതെനിക്ക് പുള്ളിയോടുള്ള താല്പര്യക്കുറവുകൊണ്ടൊന്നുമില്ല. ആസ് എൻ ആക്ടർ പുള്ളിയുടെ സിനിമയോടുള്ളൊരു അപ്രോച്ച് നമുക്ക് അറിയാം. പുള്ളി വെറുതെ എല്ലാം അങ്ങ് കൊണ്ട് തലവയ്ക്കുക, അങ്ങനെ ഒരു പരിപാടി മാത്രം. അതുകൊണ്ട് നമുക്കും പുള്ളിയുടെ ഒരു സിനിമ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ കാണാൻ പോകാൻ താല്പര്യം കുറഞ്ഞു തന്നെയാണ് റിയാലിറ്റി. പക്ഷെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ കേസിൽ എനിക്ക് ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു, നല്ലൊരു സാധനമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നി. പിന്നെ ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം ഇവരാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം, അതിൻ്റെ പുറത്താണ് ഞാൻ ധ്യാൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പോയതെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് കണ്ടിട്ട് നിരാശപ്പെട്ടില്ല, അതാണ്.
ആ ഒരു പ്രതീക്ഷയിൽ പോയി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ പോയിട്ട് നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് കണ്ടു തീർത്തൊരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. എന്താ പാട്ടി ധ്യാൻ ശ്രീനിവാസൻ പാസ്സായിട്ട് 100ൽ 100 ഞാനങ്ങോട്ട് പറയാണ്. 100ൽ 100 തന്നെ ഞാൻ പറയും. അങ്ങനെ പറയണതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ധ്യാൻ്റെ നല്ലൊരു സിനിമ കാണാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിട്ടുണ്ട്. വെറുതെ പറയണമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും പുള്ളിയെ ഇഷ്ടമാണ്. പുള്ളിക്ക് കഴിവുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അത് ടാലൻറ്റഡ് ആണ് പുള്ളി. അതല്ലാണ്ട് കോമഡി കളിച്ച് നടക്കണ പോലെ അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ ഒന്നല്ല. അയാൾ സീരിയസ് തിങ്സിലേക്ക് വരുന്ന സമയത്ത് പുള്ളി സൂപ്പറാണ്. അത് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ കഴിവുള്ള ആളാണ്. ആക്ടിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ കഴിവുള്ള ആളാണ്. അപ്പോൾ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് നൈസ്. ഇപ്പോൾ 100ൽ 100 തന്നെ ഞാൻ പറയും. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, എൻ്റെ ചോയ്സാണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഐ എം റെസ്പെക്ടിങ് ഓൾ ഓഫ് യുവർ എന്താ പറയുക ഒപ്പീനിയൻ. എൻ്റെയും സെയിം റെസ്പെക്ട് ചെയ്യുക. ഒപ്പീനിയനാണ് പറയുന്നത്, അല്ലാണ്ട് അടിച്ചേൽപ്പിക്കണമെന്നില്ല എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്ക് 100ൽ 100 കൊടുക്കാനാണ് ഈ ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നല്ല ക്വാളിറ്റി സ്റ്റഫ്, ക്വാളിറ്റി സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഡക്ഷൻ നല്ല, നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. സൂപ്പർ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് വേറെ പറയുകയാണെങ്കിൽ, ഇതാരൊരു മുഴുവൻ തമാശ ധ്യാൻ സിനിമ എന്നൊന്നും പറഞ്ഞുകൊണ്ട് പോകണ്ട. ഇതൊരു തമാശ പറഞ്ഞാൽ യെസ്, ചിരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഉടനീള ചിരി സിനിമയിൽ ചിരിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സാധനം അങ്ങനെയൊന്നുമല്ല. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ക്രൈം പരിപാടിയൊക്കെയാണ്. ഇതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ കൊല ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു മാസ്ക്ഡ് മാനാണ് വന്നിട്ട് ഓരോ കൊലയും പണിയിട്ട് പോവുക. അപ്പോൾ നമുക്കത് ആരാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഒന്ന്. പിന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡിറ്റക്റ്റീവ് കളിയൊക്കെയാണ് ഞാൻ കളിക്കുന്ന ഇടയിൽ കൂടെ, മനസ്സിലായോ? പുള്ളി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ആടിനെ കാണാണ്ടായാലും പശുവിനെ കാണാണ്ടായി കഴിഞ്ഞാലൊക്കെ കണ്ടുപിടിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന പുള്ളി പെട്ടെന്ന് ഇങ്ങനൊരു സാധനമൊക്കെ വന്ന പുള്ളി അതിൻ്റെ പുറകെ പോകുന്ന പരിപാടികളൊക്കെയാണ്. ധ്യാൻ മാത്രമല്ല, പിന്നെ സിജോ വിൽസൺ ജോയിൻ ചെയ്യും. പുള്ളി വലിയ മറ്റേ ഇതിൻ്റെ അന്വേഷണ പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സാധനമാണ് ഇൻവെസ്റ്റിഗേഷൻ തിങ്സ് ആൻഡ് ഓൾ, മനസ്സിലായോ? ഒരു ക്രൈമിൻ്റെ പുറകെ പോകുന്ന ഒരു 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 പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം പോവാൻ. രസമാണ് കണ്ടിരിക്കാൻ, മനസ്സിലായി? നല്ല രസമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നൊരു സിനിമയാണ്. എനിക്കിത് പക്ക ഇടു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും കൊള്ളാം. ധ്യാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സിജോ വിൽസൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ആമീനൊക്കെ ആക്ച്വലി ഉണ്ട്. അവർക്കൊന്നും ഭയങ്കരമായിട്ട് അഭിനയിച്ച് വലിപ്പിച്ച് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അവർക്ക് ജസ്റ്റ് വന്ന് ബിഹേവ് ചെയ്ത് പോകാവുന്ന ഐറ്റംസ് തന്നെ ആക്ച്വലി ഉള്ളൂ. അവർ അമീൻ്റെ ടീമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവർക്ക് കൊടുത്ത പരിപാടികൾ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കോട്ടയം നസീർ ആയിക്കോട്ടെ, ധ്യാൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ട് അഭിനയിച്ചവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ അതിൽ ഒരു ക്യാമിയോ വരുന്നുണ്ട്, കിടു ക്യാമിയോ, അടിപൊളി. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ആസ് യൂഷ്വൽ. പുള്ളിയെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്താ പറയുക, ക്യാമിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്ത് പറയണ്ടേ? അയാളൊക്കെ അടിപൊളി മനുഷ്യനാണെന്നേ. കിടു ആക്ടറാണ്. പുള്ളിയും വന്നിട്ടൊന്ന് ഉഷാറാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് ലാസ്റ്റ് എഴുതി കാണിക്കാനായിട്ടാണ് നിങ്ങൾ എണീറ്റ് പോരുത്. ലാസ്റ്റ് കുറച്ചും കൂടി അവർ കാണിക്കുന്നുണ്ട്. അടുത്തേക്കുള്ള ഒരു ബിൽഡപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ആക്ച്വലി കാണിക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റ് പോകണ്ട, ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി. എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിനിമ തുടക്കമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്രെഡിറ്റും പരിപാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ അഭിപ്രായം. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പോയ തിയേറ്ററിലേ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ സാധാരണ പോണ തിയേറ്റേഴ്സിലല്ല ഇത് പോയി കണ്ടത്. ഞാനിവിടെ പുതിയതായിട്ട് CNCV സിനിമാസ് എന്ന് പറഞ്ഞൊരു സിനിമാസിലാണ് പോയി കണ്ടത്. ഇവിടെ വടക്കന്തറ ഭാഗത്ത്. എനിക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നല്ല നൈസ് ആംബിയൻസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ടായിരുന്നു. അതാ പറയുന്നത്, നല്ലൊരു സിനിമയാണ് എന്ന് ആളുകൾക്ക് ട്രെയിലർ കണ്ടിട്ട് തന്നെ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ആൾക്കാർ റെഡിയാണ് വരാൻ. അത് ഇതൊക്കെയാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരുപാട് ആളുകൾക്ക് സ്നേഹമുണ്ട്. നെക്സ്റ്റ് ഡോർ ബോയ് പോലെയൊക്കെയാണ് ഒരുപാട് ആളുകൾ കാണുന്നതെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ധ്യാൻ ഇഷ്ടമാണ്. ധ്യാനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് എനർജിയാണ്, എന്തൊരു രസമാണ്. പുള്ളി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ഓറ എന്നൊക്കെ പറയുന്ന പരിപാടി. അത് നല്ല രീതിയിൽ വിനിയോഗിച്ചൂടെ? എത്ര ആൾക്കാർക്ക് ഹാപ്പിനെസ് കിട്ടും. എനിക്കതാണ് ധ്യാനോട് പറയാനുള്ളത്.
ഇൻ്റർവ്യൂസിൽ പുള്ളി കൊടുക്കുന്ന ഒരു ഓറയുണ്ട്, നമുക്കതൊരു സന്തോഷമുണ്ട് പുള്ളിനെ കാണുന്ന സമയത്ത്. അതേ സന്തോഷം ശരിക്കും സിനിമയിൽ പുള്ളിനെ കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അത് നല്ല സിനിമയായിരിക്കണം കേട്ടോ. നല്ല സിനിമയുടെ ഭാഗമായിട്ട് പുള്ളിയെ കാണുമ്പോൾ നല്ല സന്തോഷവും നമ്മുടെ ആളിതേ അഭിനയിക്കണം എന്നുള്ള ഫീൽ ആക്ച്വലി കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ നല്ലൊരു സിനിമയാണ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിൽ കാണാനും നല്ല രസം. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയണം, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല രസമായിട്ട് തോന്നി ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ പരിപാടികളൊക്കെ. നല്ല സിനിമകൾ ചെയ്തുകൂടെ ബായി? എന്തിനാണ് വെറുതെ ഇങ്ങനെ? ഒരു പരിധിയില്ലേ? ശരിക്കും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു സാഹചര്യമുണ്ട്. അതിനെ ഭയങ്കര സംഭവമാക്കി മാറ്റിക്കൂടെ നല്ല നല്ല സിനിമകൾ ചെയ്യണമെങ്കിൽ? എനിക്കറിയില്ല, പുള്ളിക്ക് വരുന്ന സിനിമകളാണ് പുള്ളി ചെയ്യണമെന്ന് പറയണം. മേ ബി നല്ലത് വരാത്തതുകൊണ്ടായിരിക്കും പുള്ളി ചെയ്യാത്തത്. എന്നാലും ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിൽ കൊണ്ടുപോയി തലയും വെച്ച് അലമ്പാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. സത്യം ഞാൻ വെറുതെ പറയല്ലോ, ഞാനിങ്ങനെ കുറേ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാൻ ഈ സിനിമയാണ് പോയിട്ട് കുറേ നാൾക്ക് ശേഷം പോയി കാണണേ. സീരിയസ്ലി എനിക്ക് കാണാൻ തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ പോയി കാണാത്തത്. ഇത് കണ്ടത് ഞാൻ ആ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു താല്പര്യവും പിന്നെ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി തോന്നി. അപ്പോൾ ഓഫ് കോഴ്സ് ധ്യാനിൽ നല്ല പരിപാടികൾ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ധ്യാനിൻ്റെ കാണാൻ വേണ്ടി പോയത് ഏതാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണാൻ പോയത്. അത് എന്താ പറയുക, വിനീത് ശ്രീനിവാസൻ സിനിമ. അപ്പോൾ ഓഫ് കോഴ്സ് നല്ല സാധനമായിരിക്കും, ധ്യാൻ നന്നായി ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതിലാണ് നമ്മൾ പോയത്. ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ധ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല സിനിമകൾ സൈഡൊക്കെ അടിച്ച് വരുന്ന സമയത്ത് രസമുണ്ട്. പക്ഷെ മെയിനായിട്ട് ധ്യാൻ വരണ സമയത്ത് കുറച്ച് ചൂസി ആവണം എന്നാണ് ഞാൻ പറയണത്. ഇല്ലെങ്കിൽ പണി കിട്ടുന്നൊന്നും ഞാൻ പറയില്ല. കാരണം ധ്യാൻ എങ്ങനെ ചാടണം, 4 കാലിൽ ചാടണം എന്നറിയണ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണ്. പുള്ളി ചാടി എത്തിക്കുള്ളൂ. കാരണം ആക്ടിങ് പുള്ളിയുടെ പരിപാടിയല്ല, ഡയറക്ഷനാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്. ഭാവിയിലാണെങ്കിൽ സ്ക്രിപ്റ്റ് പുള്ളിയുടെ കയ്യിൽ കിട്ടും. പുള്ളിക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ സിമ്പിളായി വരും. ആക്ടിങ്ങിലും കുറേ കിട്ടും. അപ്പോൾ പുള്ളി പെടൂല. എന്തായാലും സിനിമയിൽ നിന്ന് ഔട്ടാവേണ്ടി വരില്ല, ഫീൽഡ് ഔട്ടാവേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേ നമുക്കറിയാം ധ്യാൻ്റെ കഴിവ് എന്താണ്, ധ്യാൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്, ഒരു സി പി യു എന്താണ്, CPU എന്നല്ലേ പറയുക, ആ ഒരു സാധനമുണ്ട്, അതെന്താണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് കാണാനൊരു ആഗ്രഹം. ഞാൻ തനി വീഡിയോ തന്നെ ധ്യാനിൻ്റെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടപ്പടങ്ങളിൽ ചെയ്ത സമയങ്ങളാണ്. നല്ല പടങ്ങൾ ചെയ്യുമ്പോൾ നല്ല നല്ല ടാലൻറ്റ് പ്രകടിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരാണ് നമ്മളിരിക്കണത്. കാരണം ടാലൻ്റ് ഉണ്ട്, അത് കാണണമെങ്കിൽ നല്ല സിനിമയിൽ വരണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഇത്രേ പറയാനുള്ളൂ. ഇനി ബബ്ബയിലുണ്ടല്ലോ അല്ലേ, പിന്നെ അതിനു വേണ്ടി കാത്തിരിക്കാം. ഇനി വേറെന്തോ വരുന്നുണ്ട്, തഗ്ഗോ ഗിഗ്ഗോ അങ്ങനെ എന്തോ വരുന്നുണ്ട് എൻ്റെ പടം, എന്താവോ എന്തോ. ഇപ്പം ഞാനത് കാണാൻ പ്ലാൻ ഇട്ടിട്ടില്ല, അറിയില്ല എനിക്ക് പോവോ കാണും എന്നുള്ളത്. ഏതായാലും ഇപ്പം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വല. പിന്നെന്താണ്, വേറെ എന്തെങ്കിലും പറയാൻ വിട്ടാ ഞാൻ? അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ എന്താണ്, നിങ്ങൾ പേളിയായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടായിരുന്ന ധ്യാനിൻ്റെ? കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. കിടു ഇൻ്റർവ്യൂ ആണത്. വെറുതെ കോമാളി ചോദ്യം ചോദിച്ച് കോമാളി ഉത്തരവും പറഞ്ഞ്, കോമാളി നെഗറ്റീവായിട്ടല്ല പറയണത്, മറ്റുള്ള ഇൻ്റർവ്യൂസും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എല്ലാം കാണും. പക്ഷെ കുറച്ച് വിവരം ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കണം. ഇപ്പോൾ ക്യൂ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ധ്യാനിരുന്നാൽ നല്ല രസമാണ് പുള്ളി പറയുന്നത് കേൾക്കാനൊക്കെ. ഇപ്പോൾ പേളിയുടെ ഞാൻ കണ്ടു ഇപ്പോൾ ലാസ്റ്റ് വന്നത്, അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ തമാശ മാത്രമല്ല, അതിൽ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ, വിവരത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട് പുള്ളിക്ക്. ഒരു നല്ല ഓറയുള്ളൊരു മനുഷ്യനാണ് പുള്ളി, നല്ല പോസിറ്റീവ് ഓറയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ആ ഒരു ഇൻ്റർവ്യൂ കൂടി ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. നല്ല ഇൻ്റർവ്യൂ അത്. തമാശ മാത്രം പ്രതീക്ഷിച്ചിട്ട് ആ ഇൻ്റർവ്യൂ കാണാൻ പോകണ്ട. അത് നല്ലൊരു ക്വാളിറ്റി ഇൻ്റർവ്യൂ ആണ് അത് ആക്ച്വലി. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയാൻ വലിയൊരു ഫണി ഫ്രണ്ട്ലി കോൺവെർസേഷൻ. അതിൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ശരി.